നമസ്കാരം. നമസ്തേ. കേരളത്തിൽ ഇലക്ഷൻ നടന്ന ശേഷം വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇടതുപക്ഷ മുന്നണിക്കെതിരെയാണ്. വലിയ തകർച്ചയാണ് ഇടതുപക്ഷ മുന്നണിക്ക് വരാൻ പോകുന്നതെന്ന്, സി പി എമ്മിന് വലിയ തിരിച്ചടി നേരിടുമെന്നും അവരുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം തോൽക്കുമെന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇപ്പോൾ നേതൃത്വ മാറ്റത്തെക്കുറിച്ചുള്ള ചില ചർച്ചകൾ സി പി എമ്മിൽ അരങ്ങേറുകയാണ്. അതിന് തുടക്കമിട്ടത് തന്നെ എം എ ബേബിയാണ്. ഈ സന്ദർഭത്തിൽ കേരളത്തിൽ എന്താണ് സി പി എമ്മിൽ നടക്കാൻ പോകുന്നത്? ബംഗാളിലും ത്രിപുരയിൽ തകർന്നടിഞ്ഞ പോലെ സി പി എം ഈ ഇലക്ഷനോടുകൂടി തകർന്നടിയുമോ? അതല്ല പുതിയ നേതൃത്വ നിര വന്ന് ഈ കാര്യത്തിൽ മുന്നോട്ട് സി പി എമ്മിനെ നയിക്കാൻ പറ്റുമോ? ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? 2000 ആണ്ടിന് ശേഷം, അതായത് ആദ്യം 2006 ആദ്യം സി പി എം അധികാരത്തിലെത്തുന്നത്. അതിനുശേഷം സി പി എമ്മിന്റെ കേരളത്തിലെ ഒരു സാന്നിധ്യം, ശക്തി ഈ കഴിഞ്ഞ വർഷം വരെ അത് അഭൂതപൂർവമായ ഒരു സാന്നിധ്യമായിരുന്നു സി പി എമ്മിന് കേരളത്തിലുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലായിടത്തും സി പി ഐ എം തകർന്നടിഞ്ഞപ്പോൾ, അതായത് ബംഗാളിലെ സി പി എമ്മിന്റെ ഓഫീസിന് മുന്നിൽ ഇലക്ഷനായിട്ടും അവിടെയും ഒരു മനുഷ്യരെ പോലും കാണാനില്ലെന്ന ഈ കഴിഞ്ഞ ദിവസം ഒരു മലയാള മാധ്യമ പ്രവർത്തകൻ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്തു. ത്രിപുരയിലെ ഇവിടൊക്കെ സി പി എമ്മിന് നിലനിൽക്കാൻ പറ്റിയില്ല. അപ്പോഴും കേരളത്തിൽ പിടിച്ചത്. കേരളത്തിൽ സി പി എം നിലനിന്നത് ആശയപരമായിട്ടുള്ള ഒരു വളർച്ച കൊണ്ടോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് കേരളത്തിലുള്ള ഒരു പോപ്പുലാരിറ്റി, ജനപ്രിയത കൊണ്ടോ ഒന്നുമല്ല. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി പി ഐ എം കേരളത്തിൽ നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ട് നേടിയെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ള ഒരേ ഒരു കാരണം മാത്രമാണ് സി പി എം നിലനിന്നതെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കരുതുന്നത്? ഇപ്പം നിങ്ങൾ സി പി ഐ എം ആ കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ തന്നെ പലപ്പോഴും മുസ്ലിം ലീഗിന്റെ കോട്ടകൾ തന്നെ, ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അതായത് സി പി ഐ എമ്മിന്റെ കുറെ നേതാക്കന്മാർ, കെ ടി ജലീല്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ താനൂരിൽ നിന്ന് ജയിച്ച വി അബ്ദുറഹ്മാന്, അതല്ലെങ്കിൽ നമ്മുടെ പഴയ നിലമ്പൂർ MLA, അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഇതുപോലെ സി പി എം ചില കാരാട്ട് റസാക്ക്, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരെ സി പി എമ്മിന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഭിക്കുകയും മുസ്ലിം സമുദായത്തിൽ സി പി ഐ എമ്മിന് നിർണായകമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഈ RSSനെ നേരിടാൻ ഏറ്റവും ശക്തമായ പാർട്ടി സി പി എം ആണെന്നും BJPയുടെ വളർച്ചയെ തടയിടാൻ പറ്റുന്ന പാർട്ടി സി പി എം ആണെന്നും ഉള്ള ഒരു പ്രചരണം അത് മുസ്ലിം സമുദായത്തില് അവര് വളരെ കാര്യമായിട്ട് വിശ്വാസത്തിലെടുക്കുകയും സി പി എമ്മിന് വോട്ട് നൽകുകയും ചെയ്തു. അതാണ്, അല്ലാതെ ആശയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോട് അവർക്ക് പ്രത്യേകിച്ച് അടുപ്പമൊന്നും ഉണ്ടായതല്ല. അപ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ആ ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം സി പി എമ്മിനെ കൈവിട്ടിട്ട് കോൺഗ്രസിന്റെ കൂടെ ചേർന്നു. അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം അഖിലേന്ത്യാ തലത്തിൽ സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു കാലമാണ്. സി പി എമ്മിന് അഖിലേന്ത്യാ തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സി പി എമ്മിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഈ ഒരു തിരിച്ചറിവായിരിക്കാം അഖിലേന്ത്യാ തലത്തിൽ തന്നെ സി പി എമ്മിനെ പലയിടത്തും ന്യൂനപക്ഷങ്ങൾ കൈവിട്ടതിന്റെ ഒരു കാരണം. സി പി എമ്മിന് ഇവരിൽ നിന്നും എന്തെങ്കിലും നേടാനേ ഉള്ളൂ. അവർക്ക് സി പി എമ്മിൽ നിന്നും നേടാനില്ല. സി പി എമ്മിനേക്കാൾ എത്രയോ കെട്ടുറപ്പോടെ ശക്തമായിട്ട് നിൽക്കുന്നതാണ് ആ സമുദായം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരൊറ്റയ്ക്ക് വിലപേശിയാൽ പോലും സി പി എമ്മിനേക്കാൾ അവർക്ക് അഡ്വാൻറ്റേജ്. ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാനായിട്ട് സി പി എമ്മിന്റെ കൈവശം ഒന്നുമില്ല. ഇത് ബംഗാളിലും ഇത് തന്നെയായിരുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളായിട്ടുള്ള അതിർത്തി ജില്ലകൾ, ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി ജില്ലകളിൽ, പ്രത്യേകിച്ച് മുർഷിദാബാദ്, മാൾഡ, അങ്ങനെയൊക്കെയുള്ള ജില്ലകളിൽ, അവിടെയൊക്കെ തന്നെ സൗത്ത് 24 പർഗാന, ഇവിടെ എല്ലാം തന്നെ മുസ്ലിം വോട്ടർമാര് സി പി എമ്മിനെ കൈവിട്ട് നേരെ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി. അപ്പോ
എനിക്ക് തോന്നുന്നത് CPM-ന് സംഭവിച്ച ഒരു പാളിച്ച 1990-കളോടുകൂടി CPM-ന്റെ ആശയപരമായ സമരം അവസാനിച്ചു. അത് UPA-യുടെ ഭാഗമാവുകയും CPIM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത് അഖിലേന്ത്യാ തലത്തിൽ ഒരു പവർ ബ്രോക്കറായിട്ട് മാറുകയും അദ്ദേഹം അവിടെ ദില്ലി കേന്ദ്രീകരിച്ച് അദ്ദേഹം അതായത് ആശയ സമരത്തിനല്ല, രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ നിലനിൽക്കാൻ ശ്രമിച്ചതുമാണ്. പണ്ടൊക്കെ CPM-ന് ലോക്സഭയിൽ ഒരു 10-15 MP-മാരെങ്കിലും എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴെത്ര ഉണ്ട്? രണ്ടോ മൂന്നോ എത്രയാണ്? പിന്നെ തമിഴ്നാട്ടിൽ നിന്നും DMK-യുടെ മൂന്നെണ്ണം. തമിഴ്നാട്ടിൽ നിന്നും DMK-യുടെ കാരുണ്യത്തോടെ സീറ്റ് കിട്ടും. കേരളത്തിൽ നിന്ന് 1-2 എണ്ണം ജയിച്ചില്ലെങ്കിലായി. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുക എന്ന് പറയുന്നത് അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കൂ. ആശയ സമരം പാർട്ടി നിർത്തിക്കഴിഞ്ഞു. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിലെ CPIM ഏത് ആശയ സമരമാണ് നടത്തിയിട്ടുള്ളത്? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങളിൽ പോയിട്ട് ഈ മതേതരത്വം കാണിക്കാൻ ബീഫ് ഫെസ്റ്റിവലും, പിന്നെ അതല്ലെങ്കിൽ ചില എന്തെങ്കിലുമൊക്കെ എഴുത്തുകാരെ സപ്പോർട്ട് ചെയ്യും വല്ലപ്പോഴും ഒക്കെ. അതിലൊക്കെ ആത്മാർത്ഥതയൊന്നുമില്ല, എന്തോ ഒരു വഴിപാട് പോലെ ചെയ്യും, അത് കഴിഞ്ഞ് അതങ്ങ് മറന്നു പോകും. അല്ലാതെ ഒരു ആശയ സമരവും CPM നടത്തിയിട്ടില്ല. CPM നേതാക്കന്മാര് അംബാനിയും അദാനിയുമായിട്ട് BJP നേതാക്കന്മാർക്ക് കേരളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനവും സൗഹൃദവും ഉണ്ട്. CPM പൂർണ്ണമായിട്ടും മാറി. CPM വികസനം കൊണ്ടുവരുന്ന പാർട്ടി എന്നുള്ള ഒരു മുഖംമൂടി എടുത്ത് അണിയാനാണ് CPM തന്നെ ശ്രമിക്കുന്നത്. കേന്ദ്രവിരുദ്ധ സമരമുണ്ടോ? പണ്ടൊക്കെ നമ്മള് ഒരു 80-കളിലും 90-കളിലും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് CPM-ന്റെ നിരന്തരമായിട്ടുള്ള സമരം, കേന്ദ്രവിരുദ്ധ സമരങ്ങൾ, പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോവുക, ട്രെയിൻ തടയുക, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. BSNL ഓഫീസിലേക്ക് മാർച്ച്, രാജ്ഭവനിലേക്ക് സമരം. ഇതിപ്പോ അതെല്ലാം നിന്നു. കാരണം പാർട്ടിക്ക് സമരം ചെയ്യാനുള്ള ശേഷി തന്നെ നഷ്ടപ്പെട്ടു. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പുറത്തു കൊണ്ടുവന്ന CBI അന്വേഷണം കൊണ്ടുവന്ന ലാവ്ലിംഗ് കേസ് കേന്ദ്ര ഗവൺമെൻറ് ഔദാര്യം കൊണ്ട് മാത്രമാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. 8.5 വർഷം കഴിഞ്ഞു, 19 തവണ മാറ്റിവെച്ചു. എന്നിട്ടും ഇനി പിണറായി വിജയൻ്റെ ഭരണവും കഴിഞ്ഞു. എന്നിട്ടും അത് എടുക്കാനുള്ള സോമനീസ്യം സുപ്രീം കോടതിയിൽ CBIക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നിരവധി സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, നയതന്ത്ര ബാഗേജിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അവസാനം മുകളിൽ അടക്കം കൃത്യമായി കുടുങ്ങുമെന്നുള്ള കരിമണൽ തട്ടിപ്പുമായ കേസ്, ഇതിലൊക്കെ തന്നെ പിണറായി വിജയൻ അവരുടെ ഒരു അടിമയെ പോലെ കഴിയുകയല്ലേ? അതും ഇതിനൊരു കാരണമല്ലേ? ഈ CPM BJP അന്തർധാര എന്നുള്ള അത് പ്രചാരം സത്യമോ എന്താ, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷെ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും അവരെ വിശ്വസിച്ചു, അവരെ സ്വാധീനിച്ചു. അങ്ങ് ചോദിച്ചതുപോലെ ന്യായമായ സംശയങ്ങളാണ്. കാരണം CBI എന്തുകൊണ്ട് ഈ കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും? ഈ കേസ് ഹിയറിങ്ങിന് വരുമ്പോൾ CBI ആണ് 95% ഇത് അവധി അപേക്ഷ കൊടുക്കുന്നത്. ഇതൊരു ന്യായമായ സംശയമാണ്. എന്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസി തന്നെ ഈ വിഷയത്തിൽ പക്ഷപാതപരമായ നിലപാടെടുത്തിരിക്കുന്നത്? അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കുമെതിരെ വളരെ ശക്തമായ അന്വേഷണങ്ങളും എൻഫോഴ്സ്മെന്റ് ED അന്വേഷണം ഉൾപ്പെടെയുള്ളത് നടക്കുമ്പോൾ പിണറായി വിജയനെതിരെ പ്രഥമ ദൃഷ്ട്യാ പലപ്പോഴും കേസുണ്ട് എന്ന് പലയിടത്തും പല ഏജൻസികളും അഭിപ്രായപ്പെട്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇതിലെ അന്വേഷണങ്ങളെങ്ങും എത്താതെ പോകുന്നത്? ഇതൊക്കെ ന്യായമായ ചോദ്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഒരു അലംഭാവം ഇത്തരം അന്വേഷണങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും ആ ഒരു വസ്തുത അവിടെ നിൽപ്പുണ്ട്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ ഒരു അന്തർധാര സ്വാഭാവികമായിട്ടും അവർക്ക് പിണറായിയെ കുറിച്ചുള്ള മതിപ്പില്ലാതാക്കി. ഒരു ഭാഗത്ത് അതുമാത്രമല്ലല്ലോ, മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, FCRA ഭേദഗതി നിയമം വന്നപ്പോൾ UDF കാട്ടിയ, അതായത് കോൺഗ്രസ് MP-മാർ പാർലമെന്റിൽ സ്തംഭനം ഉണ്ടാക്കിയിട്ടാണല്ലോ അത് തൽക്കാലം നിർത്തിവെപ്പിച്ചത്. ഇത് ന്യൂനപക്ഷങ്ങളെ,
സമൂഹം ഒറ്റക്കെട്ടായി UDF-ലേക്ക് നീങ്ങിയിട്ടില്ലേ? ഇതിൽ വ്യക്തിപരമായിട്ട് FCRA എന്ന നിയമം യഥാർത്ഥത്തിൽ അത് ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോഴാണ് ആ നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതിൽ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊരു വേറൊരു വിഷയമാണ്. അത് കേന്ദ്ര സർക്കാരും സഭകളും തമ്മിലുള്ള ഒരു വിഷയമാണ്. അതിൽ പിണറായി വിജയന് കാര്യമായ റോൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ അതിലേക്ക് കടക്കാം. അതായത് ഈ FCRA നിയമം 1976 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്നതാണ്. ആ നിയമം കൊണ്ടുവരുന്നത് അന്ന് അതിന്റെ കാരണം അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജോർജ് ഫെർണാണ്ടസിന് വിദേശ ഫണ്ട് ലഭിക്കുന്നു എന്നുള്ള ആരോപണമാണ്. ജോർജ് ഫെർണാണ്ടസിന് അന്ന് വിദേശത്തുള്ള സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജർമ്മൻ ഗ്രൂപ്പുകളുമായിട്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് 2010 UPA സർക്കാരിന്റെ കാലത്താണ് FCRA എന്ന നിയമം വളരെ ശക്തമാക്കുന്നത്. അതിനു മുമ്പ് FCRA നിയമപ്രകാരം ഒരിക്കൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ഏതെങ്കിലും NGOയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ NGOയ്ക്ക് പിന്നെ ആയുഷ്കാലത്തേക്കാണ്, പിന്നീട് അവരത് പുതുക്കേണ്ടതില്ല. രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ആണ് ഇത് 5 വർഷമായിട്ട് അത് നിയന്ത്രിക്കപ്പെട്ടത്. ഈ 5 വർഷത്തേക്കായിട്ട് ഈ FCRA നിയമം ചുരുക്കിയപ്പോൾ 5 വർഷം കഴിഞ്ഞാൽ അതിന്റെ ഒരു തവണ അനുവാദം കൊടുത്തെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും ആ അനുവാദം വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 5 വർഷം കഴിഞ്ഞ് 2015 ആയപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഏതാണ്ട് മൊത്തം ആ കാലഘട്ടത്തിൽ 20,000-ഓളം എങ്ങാണ്ടായിരുന്നു FCRA ലൈസൻസ് ഉള്ളത്. അത് കൃത്യമായ കണക്കല്ല എൻ്റെ, അത് ഞാനൊരു ഓർമ്മയിൽ നിന്ന് പറയാണ്. ഏതാണ്ട് 15,000-ഓളം ഏജൻസികളുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടു. കാരണം 5 വർഷത്തെ മാത്രമേ അനുവാദം അവർക്കുണ്ടായിരുന്നു. ഇത് കാരണം സ്വാഭാവികമായിട്ടും ഈ ലൈസൻസുകൾ റദ്ദാക്കപ്പെട്ടു. അപ്പം വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്നത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ എന്നത് അത് ആരായാലും ശരി, അത് ഹിന്ദു സംഘടനകളായാലും ശരി, മുസ്ലിം സംഘടനകളായാലും ശരി, ചർച്ച ആയാണെങ്കിലും ശരി, ഫോറിൻ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും നിയന്ത്രിക്കപ്പെടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമുക്കറിയാം ബിലീവേഴ്സ് ചർച്ചിലെ ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നപ്പോൾ 5,000 കോടി രൂപയോളമാണ് കണ്ടെത്തിയത് വെട്ടിപ്പ്. പിന്നെ പല രാജ്യങ്ങളിലും ഇന്ന് വിദേശത്തു നിന്നുള്ള ഇടപെടൽ, അമേരിക്കയുടെ ഇടപെടൽ, ഇപ്പോ നമ്മൾ കണ്ടു ബംഗ്ലാദേശിൽ അമേരിക്ക ഇടപെട്ടത്, ഇതെല്ലാം തന്നെ NGOകൾ മുഖാന്തരമാണ്. അവിടെ കേണൽ ആർവിൽ ജാക്സൺ എന്ന വ്യക്തി അമേരിക്കയുടെ സൈനിക ഒരു ഏഷ്യയിലെ ഓപ്പറേഷന്റെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഒരു വ്യക്തി അവിടുത്തെ ഒരു വലിയ ഹോട്ടൽ, ധാക്കയിലെ ഈസ്റ്റ് എൻഡ് ഹോട്ടലിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ ഇയാള് അവിടെ വന്ന് പ്രവർത്തിച്ചിരുന്നത് ഒരു NGOയുടെ തണലിലാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്ക തെക്കേ ഏഷ്യയിൽ, സൗത്ത് ഏഷ്യയിൽ മുഴുവൻ ഈ ഇടപെടൽ നടത്തുന്നു. ഇത് FCRAയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത് മറ്റൊരു വിഷയമാണ്. അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം. നമുക്ക് ആ ചർച്ച മറ്റൊരു തരത്തിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് കടക്കാം. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ ഈ ഇലക്ഷൻ കഴിഞ്ഞതോടെ മാർക്സിസ്റ്റ് പാർട്ടി CPM വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് കടക്കുന്നു. അതിൻ്റെ നേതൃത്വ നിരയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു. അതിലൊരു വലിയ പുതിയ നേതൃത്വ നിര വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് എത്ര പ്രായോഗികമാണ്? മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? MA ബേബി അതിൻ്റെ ഒരു തുടക്കം ഇട്ടുവെച്ചിട്ടുണ്ട്. ഇനി എന്തായിരിക്കും കേരളത്തിൽ നടക്കാൻ പോണത്? എൻ്റെ ഊഹത്തിൽ അത് അത്ര എളുപ്പമല്ല. കാരണം ഒരു നേതൃത്വ നിരയെ വളർന്നു വരാൻ പിണറായി വിജയൻ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ നമുക്ക് CPM-നെ എടുത്ത് നോക്കിയാൽ CPM-ൽ ഇന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ, അദ്ദേഹം പാർട്ടി അണികളുടെ മുഴുവൻ അംഗീകാരമുള്ള ഒരു നേതാവാണെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളൊന്നും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് നേരെ പല വിഷയങ്ങളിലും. ഒരു വിഷയത്തിലും കൃത്യമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. പിണറായി വിജയനെ സംബന്ധിച്ച് അതുപോലെ പാർട്ടിയിലുള്ള പ്രമുഖ നേതാക്കന്മാരെ ഒക്കെ തന്നെ അദ്ദേഹം അരിഞ്ഞു വീഴ്ത്തിയിരുന്നു. ജയരാജൻ, EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, അങ്ങനെ നിരവധി ആൾക്കാർ, നമുക്കറിയാം G സുധാകരൻ തൊട്ട് ഒരുപാട് ആൾക്കാരെ പാർട്ടിയിലെ
പഴയകാല നേതാക്കന്മാരെ എല്ലാം തന്നെ പിണറായി ഒരു ഭാഗത്ത് അവരെ പാർട്ടിയിൽ നിന്ന് ഉന്മൂലനം ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി വളർന്നു വരുന്ന നേതാക്കന്മാർ സ്വരാജ്, അതല്ലെങ്കിൽ MP രാജേഷ്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇന്ന് പഴയ ഒരു ഇമേജ് ഇല്ല. സ്വരാജിനെ പിന്നെ നിലമ്പൂർ കൊണ്ടു നിർത്തി ആ ബൈ ഇലക്ഷനിൽ അദ്ദേഹം പരാജയപ്പെട്ടതോടുകൂടി തുടർച്ചയായ 2 പരാജയങ്ങളുമായിട്ട് നിൽക്കുകയാണ് സ്വരാജ്. പിന്നെ അതിനു മുമ്പ് തൃപ്പൂണിത്തറയിൽ നിന്നും പരാജയപ്പെട്ടു ബാബുവിനോട്, പിന്നെ നിലമ്പൂരും പരാജയപ്പെട്ടു. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തോ, അത് മാത്രമല്ല മാളികപ്പുറത്ത് അമ്മയെ കൊണ്ട് അയ്യപ്പനെ കല്യാണം കഴിപ്പിച്ച ഒരാൾ കൂടിയാണ് നമ്മുടെ സ്വരാജ്. അതിന്റെ ഇമ്പാക്ട് കേരളത്തിൽ കംപ്ലീറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ല, അതൊക്കെ എനിക്ക് തോന്നുന്നത് അത്തരം ബുദ്ധിശൂന്യമായ ചില നീക്കങ്ങളും പ്രസ്താവനകളും പ്രവൃത്തികളും ഒക്കെ അദ്ദേഹം ഈ CPM-ന്റെ യുവ നേതൃത്വം വരെ നടത്തുന്നുണ്ട്. പലപ്പോഴും ഇപ്പൊ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ, അദ്ദേഹമൊക്കെ ഒരു പഴയകാല SFI നേതാക്കന്മാരൊക്കെ അവർക്ക് റൗഡികളെന്നോ പിന്നെ അല്ലെങ്കിൽ അക്രമികളെന്നോ ഒക്കെയുള്ള അപമാനങ്ങളോ അല്ലെങ്കിൽ വിളിപ്പേരുകളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഈ കള്ളത്തരം കാണിക്കുന്ന യുവ നേതാക്കന്മാർക്കെതിരെ വരുന്നത് കേൾക്കാം. ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു നേതൃനിരയാണ് ഇന്ന് ഇടതുപക്ഷത്തുള്ളത്. അപ്പൊ ഞാനത് പറഞ്ഞു വരുന്നതിന്റെ ഒരു കാരണം, CPM ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം കോൺഗ്രസ് ഗുജറാത്തിൽ ഭരണത്തിൽ നിന്നും ഒരു 5 തവണയിലധികമായിട്ട് ഭരണത്തിന് പുറത്താണ്. പക്ഷെ എന്നിട്ടും ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ്. മധ്യപ്രദേശിൽ അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഭരണത്തിന് പുറത്താണ്. പക്ഷെ കോൺഗ്രസ് ഇല്ലാതായിട്ടില്ല, കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം. അതായത് ഭരണമില്ലെങ്കിലും അച്ചടക്കമില്ലാത്ത പാർട്ടിയാണെന്നുള്ള ആക്ഷേപമുണ്ടെങ്കിലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ 2 സംസ്ഥാനം നമ്മൾ പലയിടത്തും നോക്കിയാൽ ഇത് കാണാം, കോൺഗ്രസ് നിലനിൽക്കുന്നു. പക്ഷെ CPM അങ്ങനല്ല. 32 വർഷത്തിലധികം ഭരിച്ച ബംഗാളിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതെ. കാരണം CPM-ന് ഇന്ന് അവിടുന്ന് ഒറ്റയ്ക്ക് ഒരു MP-യെ ജയിപ്പിക്കാൻ പറ്റാത്ത സ്ഥിതി. ത്രിപുരയിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇവിടൊക്കെ CPM-ന്റെ സ്വാധീനം, CPM അപ്പൊ ഈ 20-30 വർഷമൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് കള്ളയോട്ടുകൾ കൊണ്ട് മാത്രമായിരുന്നു എന്നൊരു ചോദ്യം വളരെ കൃത്യമായിട്ട് ചോദിക്കേണ്ടത്. കാരണം എങ്ങനെയാണ് ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ അടിത്തറ ഒരു 2-3 ഇലക്ഷനിൽ തോറ്റാൽ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നത്? അത് മറുപടി പറയേണ്ടത് CPM-ആണ്. ഇപ്പോ പാർട്ടി നിലനിന്നിരുന്നത് ചില സ്ഥാപിത താല്പര്യക്കാരുടെയും ചില ചില അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒക്കെ ഫലമായിട്ടാണ് എന്ന് ചിന്തിക്കേണ്ട വരുന്ന രീതിയിലാണ് പാർട്ടിയുടെ പല സംസ്ഥാനങ്ങളിലുള്ള പ്രകടനം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ഒരു കാര്യം പറയാം. ഡൽഹിയില് നമ്മളൊക്കെ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഡൽഹി ജോലി ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഡൽഹി പോലെ ചേരികളുള്ള ഒരു പ്രദേശം വേറെ എങ്ങും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര ചേരികളാണ്! ആ ചേരികളിലൊക്കെ വളരെ സാധാരണക്കാർ, റിക്ഷ ചവിട്ടുന്നവർ, സൈക്കിൾ റിക്ഷ ചവിട്ടുന്നവർ, അവര് പിന്നെ 12-13 വയസ്സായ കുട്ടികൾ സൈക്കിൾ റിക്ഷ ചവിട്ടുന്നത് നമുക്ക് കാണാം ചില സ്ഥലത്തൊക്കെ ചെന്ന്. ചിലരൊക്കെ ബംഗ്ലാദേശികളാണെന്ന് പറയുന്നു, എന്തോ അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ള സ്ഥലത്ത്, അടിസ്ഥാന വർഗത്തിന് ഇത്രയധികം എണ്ണമുള്ള സ്ഥലത്ത്, ആ അടിസ്ഥാന വർഗത്തിന്റെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവരുടെ പിന്തുണ നേടാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ല? അവിടെയല്ലേ പാർട്ടിയുടെ അധികാര ദല്ലാളനായിരുന്ന പിന്നെ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മകനും ഉണ്ടായിരുന്നു. അവിടെയല്ലേ പിന്നെ പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും ഒക്കെ നിരന്തരം മാധ്യമങ്ങളിലൂടെ വെട്ടിത്തിളങ്ങി നിന്നത്? പക്ഷേ ഇപ്പൊ പാവ MA ബേബി ജനറൽ സെക്രട്ടറി ആയപ്പോഴേക്കും മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങൾക്കൊന്നും ദേശീയ മാധ്യമങ്ങൾ ചെല്ലാറില്ലെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. ഒരു വേഴാമ്പലിനെ പോലെ ഈ ഇംഗ്ലീഷ് പത്രപ്രവർത്തകരെ, ഹിന്ദി പത്രപ്രവർത്തകരെ ഒക്കെ കാത്തിരിക്കേണ്ട സ്ഥിതിയിലാണ് MA ബേബി. ആരും അദ്ദേഹത്തിനെ ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല. ആകെയുള്ളത് ഈ മലയാള മാധ്യമ പ്രവർത്തകര് കേരളത്തിൽ നിന്നുള്ള പഴയകാലം തൊട്ടേ അവിടെ നിന്ന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. ആ സിൻഡിക്കേറ്റിന്റെ
മധ്യത്തിൽ അദ്ദേഹം അവരുടെ പ്രഭയേറ്റ് അതിൽ അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു റോളുമില്ല. കേരളത്തിൽ ഒരേ ഒരാൾക്കേ റോളുള്ളായിരുന്നു, പിണറായി വിജയൻ. പാർട്ടി ഐഡിയോളജിയെ കുറിച്ച് അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പാർട്ടി ഐഡിയോളജിയെ കുറിച്ച് പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും പ്രസംഗം നടത്തിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ കുറിച്ച് വിമർശിക്കാൻ എന്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ പിറ്റേ ദിവസം അദ്ദേഹത്തെ CPM പൊക്കിക്കൊണ്ടുപോകും. വിമർശിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അദ്ദേഹത്തെ പേടി പൊക്കിക്കൊണ്ടുപോകും. തീർച്ചയായിട്ടും. അതായത് ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഇപ്പൊ GST ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ന്യായമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതായത് ഇവിടെ ഒക്കെ തന്നെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരക്ഷരവും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം വെറുതെ മതേതരത്വം, ബീഫ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങളിൽ അതൊക്കെ ബോധപൂർവം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ്. വൈകാരികമായ പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ച് അതിൽ നിന്നും മുതലെടുക്കുക എന്നുള്ള ഒരൊറ്റ ഫോക്കസ് മാത്രമാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത്. ആശയപരമായ സമരത്തിൽ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടമില്ല. ഈ കേരളത്തെ സംബന്ധിച്ച് ദയനീയമായ ഒരു പരാജയമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളെ ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ CPM-ന്റെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. CPM-നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിശകലനത്തിൽ അവർക്ക് 50 സീറ്റിന് താഴേക്കാണ് CPM-ന് ലഭിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകും. പാർട്ടിയിൽ അതിന് അണികൾക്ക് വിശ്വാസയോഗ്യമായ ഒരു വിശദീകരണം കൊടുക്കാൻ പിണറായിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പാർട്ടിയിലുണ്ടായ പൊട്ടിത്തെറികളെ നിയന്ത്രിക്കാനോ അതിന് പരിഹാരം കണ്ടാത്ത ഇപ്പം G. സുധാകരൻ അല്ലെങ്കിൽ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ, അതുമല്ലെങ്കിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, ഇവരൊന്നും ഉയർത്തിയ വിഷയങ്ങൾക്ക് എന്തു മറുപടിയാണ് പാർട്ടി കൊടുത്തത്? പാർട്ടി അണികൾക്ക് ഏത് രീതിയിലാണ് ഇവരൊക്കെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് പാർട്ടി മറുപടി കൊടുത്തത്? അതിൽ പാർട്ടി സെക്രട്ടറിക്കും ഒരു പങ്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രണ്ടുപേരും വളരെയധികം വിമർശനത്തിന് പാർട്ടിയിൽ വിധേയമാണ്. ഇപ്പം കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള ഒരാള് തിരുവനന്തപുരത്ത് നിന്നും മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ മണ്ഡലത്തിൽ ഒട്ടും സ്വാധീനമില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. കടകംപള്ളിക്ക് തീർച്ചയായിട്ടും കഴക്കൂട്ടത്ത് സ്വാധീനമുണ്ട്. പക്ഷെ അദ്ദേഹം ജയിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മറ്റു മണ്ഡലങ്ങളിൽ ഉയർത്തുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ പാർട്ടിക്ക് നേരിടാൻ പറ്റിയില്ല. ഇങ്ങനെ കളങ്കിതരായ ഒരുപാട് വ്യക്തികൾ പലയിടത്തും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളാകുകയും അതുപോലെ തന്നെ ന്യായമായ വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നിന്നും ഉണ്ടായ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതാകുകയും ഈ ഏതെങ്കിലും വിഭാഗങ്ങളുമായിട്ട്, ഇപ്പം BJP-യുമായിട്ടാകാം, SDPI-യുമായിട്ടാകാം, മറ്റു ഇതര പ്രസ്ഥാനങ്ങളുമായിട്ടാവാം, അന്തർധാരകൾ ഉണ്ടാക്കി ജനങ്ങളുടെ കണ്ണുകെട്ടി വിജയിച്ചു പോകാം എന്നുള്ള ഒരു പ്രായോഗിക രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വിജയിക്കുന്നിടത്തോളം അതിന് പ്രശ്നമില്ല. പക്ഷെ പരാജയപ്പെട്ടാൽ ആ രാഷ്ട്രീയം അതോടുകൂടി ആ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവിനെയും കൊണ്ടേ പോകൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൽ പിണറായി കാണിച്ച ഒരു പിണറായിയുടെ പ്രായോഗിക രാഷ്ട്രീയം പാർട്ടിയെ നശിപ്പിച്ചു. പാർട്ടിക്കുള്ളിലെ സംഘടനാ സംവിധാനത്തെ നശിപ്പിച്ചു. പാർട്ടിയിൽ പുതിയ നേതാക്കന്മാർ, ജനകീയ അടിത്തറയുള്ള നേതാക്കന്മാർ ഉയർന്നു വന്നില്ല. പാർട്ടി പൊതുവിഷയങ്ങൾ ഏറ്റെടുത്ത് സമരങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ഏകോപിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ദേശീയ വിഷയങ്ങളിലാകട്ടെ സാമ്പത്തിക വിഷയങ്ങളിലാകട്ടെ പാർട്ടിക്ക് നിലപാടുകൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ്. പലപ്പോഴും പരസ്പര വിരുദ്ധമായ നിലപാടുകളിലൂടെ പാർട്ടി സ്വയം പരിഹാസ്യം. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. CPM-ന്റെ കാര്യം വളരെ കഷ്ടത്തിലാകും. ഈ 50 സീറ്റിൽ താഴെ പോയാൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ പല ആൾക്കാരും കോൺഗ്രസിലേക്ക് തന്നെ മാറിപ്പോകില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലരൊക്കെ BJP-യിലേക്കും പോകാം. ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രതിസന്ധിയിലേക്കാണ്. കാരണം EP ജയരാജൻ പോലും ഒരു ഘട്ടത്തിൽ BJP-യിൽ ചേരാനായിട്ട് ചർച്ച നടത്തിയെന്ന് വാർത്തകൾ വന്നാണ്. എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ പോലും പഴയ കാലത്ത് കേൾക്കില്ല. അപ്പം ഇതാണ് ഇതിനകത്തിലെ ഒരു വസ്തുത. പാർട്ടിയുടെ നിലനിൽപ്പ് അപകടത്തിലാകും എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ നേതൃത്വ നിര വന്ന്
ഒരു ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പാർട്ടി വീണ്ടും ആ ഒരു പഴയ ജനപ്രിയതയിലേക്കും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്ത് നേടിയില്ലെങ്കിൽ ഈ 5 കൊല്ലത്തിന് ശേഷം മിക്കവാറും ബംഗാളിന്റെ അവസ്ഥയിലേക്ക് തന്നെ പോയാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.